welcome to MS Solutions. Yes, നിങ്ങളുടെ സ്വന്തം ജസീറ മിസ് ആണ്. എടാ മക്കളെ, ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞുള്ള തമ്പ് കണ്ടിട്ടായിരിക്കും എൻ്റെ മക്കളൊക്കെ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? യെസ്, സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാം. കാരണം നിങ്ങളിലുള്ള ആ ഒരു ഹിന്ദിയുടെ ഭയത്തെ ഞാൻ ഇല്ലാതാക്കി തരാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഹിന്ദി പഠിക്കാം, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളത് ഈ ഒരു അവസാനത്തെ ടൈമിൽ നമ്മുടെ എക്സാം ഇവിടെ അടുത്തിട്ടുണ്ട്. എക്സാം വളരെ അടുത്താണ്, വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. സോ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് ഹിന്ദി എങ്ങനെ സെറ്റ് ആക്കാം എന്നുള്ളതാണ് ഈ ഒരു ഗോൾഡൻ റൂളിൽ മിസ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കണം മക്കളെ, എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതങ്ങോട്ട് സെറ്റ് ആക്കിയാൽ ഈ റൂൾ ഒന്ന് എൻ്റെ മക്കൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹിന്ദി വായിക്കാനും എഴുതാനും എക്സാമിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്കോർ നിങ്ങൾക്ക് കിട്ടാനും പറ്റും, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു റൂൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റാം. അപ്പൊ നോക്കണം, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റീഡ്, വായിക്കുക. അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നിങ്ങൾ വായിക്കുക തന്നെ വായിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് റീഡ് ദെൻ അണ്ടർസ്റ്റാൻഡ്. അതായത് വായിക്കുക, നന്നായിട്ട് വായിക്കുക, വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? റൈറ്റ് ആണ്. ഓക്കെ, റൈറ്റ്, എഴുതുക. അതായത് നമ്മൾ വായിക്കുന്നതോടൊപ്പം തന്നെ വായിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാനും അതുപോലെ നമുക്ക് എപ്പോഴും അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സെറ്റാക്കാൻ എന്താണ് ഈ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോവില്ല, ഒരിക്കലും മറന്നു പോവില്ല. അതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാവും. അതുപോലെ എന്താണ്, നമുക്ക് കൂടുതൽ സെന്റൻസുകൾ അടിപൊളിയാക്കി എഴുതാൻ പറ്റും. അപ്പോൾ അതായത് ഈ റൈറ്റിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റീഡ്, അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്, ദെൻ റിവൈസ്. അതായത് ഇതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ദിവസം നമ്മൾ വായിച്ചു, എഴുതി. ഓക്കെ, ഒരു ദിവസം നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് വായിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതായത് നമ്മൾ എഴുതി പഠിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ പിന്നീട് നമ്മൾ 4-5 ദിവസത്തേക്ക് അത് ചെയ്തില്ല. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ ഇത് റിവൈസ് ചെയ്യണം. അപ്പൊ ഈ ഒരു കാര്യം തന്നെ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? വായിക്കുന്നു, മനസ്സിലാക്കുന്നു, എഴുതുന്നു, റിവൈസ് ചെയ്യുന്നു, ദെൻ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഹിന്ദി എന്നല്ല എല്ലാ വിഷയവും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു റൂൾ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ പഠിച്ചാലാണ് ഹിന്ദിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ആദ്യം എൻ്റെ മക്കൾ ചെയ്യേണ്ടത് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. അതിൽ നിങ്ങൾ എത്ര മടി വിചാരിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ കഴിഞ്ഞ വർഷം സിലബസ് മാറിയതിൽ എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ ചാപ്റ്ററിന്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് റീഡ് ദ ടെക്സ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. നന്നായിട്ട് വായിക്കുക. 1, 2, 3, 4 തവണ വായിക്കുക. വായിക്കുന്നതിലൂടെ ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നതിലൂടെ എന്താണ് വായന എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നതിലൂടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? റീഡ് ദ ടെക്സ്റ്റ്. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് ചാപ്റ്റർ സമ്മറിയാണ് നമ്മൾ സെറ്റ് ആക്കേണ്ടത്. ഞാൻ എഴുതുക എന്ന് പറഞ്ഞില്ലേ, ഓരോ ചാപ്റ്റർ വായിക്കുന്ന സമയത്തും ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു തരുന്ന സമയത്ത്, മിസ്സായിക്കോട്ടെ, സ്കൂളിലെ മിസ്സായിക്കോട്ടെ, വായിക്കുന്ന സമയത്ത് വായിച്ചു തരുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. സോ അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്താ നമ്മുടെ ചാപ്റ്റർ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട പോയിന്റ്സ് അടങ്ങുന്ന സമ്മറിയാണ് നിങ്ങൾ രണ്ടാമതായിട്ട് സെറ്റ് ആക്കുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചാപ്റ്റർ വായിച്ചു, അതിനുശേഷം നമ്മൾ സമ്മറി സെറ്റ് ആക്കി. സമ്മറി മാത്രം മതി നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ. അപ്പൊ നിങ്ങൾ ചാപ്റ്ററിന്റെ സമ്മറി പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? യെസ്, ഫോർമാറ്റ്സ് ആണ്. അതായത് ഈ ഫോർമാറ്റ്സിൽ മെയിൻ ആയിട്ട് നമുക്കറിയാലോ, ഈ ഫോർമാറ്റ്സ് പഠിക്കാതെ നമുക്കൊരു എക്സാം എഴുതാൻ കഴിയില്ല. കാരണം ഡിസ്കോഴ്സസ് അല്ലേ, അതായത് ഡയറി, ലെറ്റർ, കോൺവെർസേഷൻ, പോസ്റ്റർ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഈ ഫോർമാറ്റ്സ് പഠിക്കാതെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ കഴിയില്ല? ഹിന്ദി എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ സമ്മറി പഠിച്ചു. ഈ ചാപ്റ്റർ സമ്മറി പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചോദ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഫോർമാറ്റിലേക്ക് നമ്മുടെ സമ്മറി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഫുൾ മാർക്ക് കിട്ടുന്നു. നമുക്ക് സന്തോഷം. ഓക്കെ, യെസ്,
ദെൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? റൈറ്റ്, എഴുതുക. അതായത് നമ്മൾ എന്താണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ചാപ്റ്ററിന്റെ സമ്മറി പഠിച്ചിട്ടുണ്ട്, ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. ഇത് എഴുതി തന്നെ പഠിക്കാം. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ അത് പതിയണമെങ്കിലുള്ള ഏറ്റവും വലിയ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് എഴുതുക തന്നെയാണ്. എഴുതുന്നതിലൂടെ എന്താ പെട്ടെന്ന് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റും, ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ പറ്റും. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷം എന്താണ്, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു എക്സാം ആയിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ എക്സാമിനും, ഇപ്പോൾ ഓണമായിക്കോട്ടെ ഏത് എക്സാം ആയിക്കോട്ടെ, കഴിഞ്ഞ തവണ ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, റിപ്പീറ്റ് ആയി വന്ന ചോദ്യം ഏതാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അത് നമുക്ക് എക്സാമിന് വളരെ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി സെറ്റാക്കി വെക്കേണ്ടത്. സോ ഈ ഒരു റൂള് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതൊരു ഹാബിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ ഹിന്ദി എക്സാം അറ്റൻഡ് ചെയ്യാം, അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ എന്ത് ചെയ്യുക, ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോയിൽ பார்க்கலாம்.